നമസ്കാരം. കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കാതിക പറയാൻ പോകുന്നത് ഒരു മുത്തശ്ശി കഥയാണ്. അപ്പുവിനെ കരയിച്ച കഥ, അതാണ് കഥയുടെ പേര്. എന്ന കഥ തുടങ്ങാം. മുത്തശ്ശി, മിന്നാമിനുകളെ കാണാൻ എന്ത് രസമാല്ലേ? അപ്പു ചോദിച്ചു. ശരിയാ അപ്പു, ഭൂമിയിൽ മിന്നാമിനുകൾ ഉണ്ടായിരുന്ന കഥ അപ്പുവിനറിയാമോ? മുത്തശ്ശി അപ്പുവിനോട് ചോദിച്ചു. കഥ എന്ന് കേൾക്കേണ്ട താമസം. അപ്പു പറഞ്ഞു. എങ്കിൽ ആ കഥയൊന്ന് വേഗം പറ മുത്തശ്ശി. നമ്മളെ കൂട്ടുകാരും അങ്ങനെയല്ലേ, കഥ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്രയും നേരം വേണമെങ്കിലും കേൾക്കാം. അതുപോലെ തന്നെ അപ്പുവും കഥ കേൾക്കാനായി കാതോർത്തിരുന്നു. മുത്തശ്ശി കഥ പറഞ്ഞു തുടങ്ങി. ഒരിടത്ത് ഒരു അപ്പൂപ്പനും ഒരമ്മൂമ്മയും ഉണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കുട്ടികളൊന്നുമില്ലായിരുന്നു. കുട്ടികളില്ലാത്തത് കൊണ്ട് അവർക്ക് വളരെയേറെ വിഷമമായിരുന്നു. എന്നും അമ്മൂമ്മ രാവിലെയായിട്ട് പ്രാർത്ഥിക്കും. അവിടെ അമ്മൂമ്മയുടെ വീടിന് ചുറ്റും കുറേ പർവ്വതങ്ങളുണ്ടായിരുന്നു, കുറേ മലകൾ, കുറേ ഹിൽസ് ഉണ്ടായിരുന്നു. അമ്മൂമ്മ എന്നും പർവ്വതങ്ങളോട് പ്രാർത്ഥിക്കും. അല്ലയോ പർവ്വതാമേ, നീ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് ഈ തീരാ ദുഃഖം അവസാനിപ്പിക്കണം. അമ്മൂമ്മയുടെ പ്രാർത്ഥനയെന്നും പർവ്വതാമ്മ കേൾക്കുമായിരുന്നു. ഒരു ദിവസം അമ്മൂമ്മ വൈകിട്ട് പതിവ് പോലെ പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് മലമുകളിൽ ഒരു വെളിച്ചം കണ്ടു. അമ്മ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. അത് കണ്ട് അമ്മൂമ്മ അപ്പൂപ്പനെ വിളിച്ചു. നോക്കൂ, ആ മലമുകളിലേക്ക് നോക്കൂ, നമ്മുടെ പ്രാർത്ഥന പർവ്വതം കേട്ടു എന്നാ തോന്നുന്നേ. മുത്തശ്ശൻ വേഗം ആ വെളിച്ചത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു സുന്ദരിയായ ഒരു കുട്ടി നിൽപ്പുണ്ടായിരുന്നു. മുത്തശ്ശൻ ചോദിച്ചു, മക്കളെ, നിന്റെ പേരെന്താ? ചന്ദ്രരശ്മി എന്ന രാജകുമാരിയാണ് ഞാൻ. എൻ്റെ അമ്മ അമ്പിളിയാണ് നിങ്ങൾക്കായി എന്നെ അയച്ചത് എന്ന് പെൺകുട്ടി പറഞ്ഞു. അപ്പൂപ്പന് സന്തോഷമായി. ഒരു കുഞ്ഞിനെ കിട്ടാൻ എത്ര നാളായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിന്നെ കാണുമ്പോൾ അമ്മൂമ്മയ്ക്ക് സന്തോഷമാവും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൂപ്പനും അമ്മൂമ്മയും അവളെ ഓമനിച്ചു വളർത്തി. ബുദ്ധിശക്തിയിലും സൗന്ദര്യത്തിലും എല്ലാം വളരെ മുമ്പിലായിരുന്നു ആ പെൺകുട്ടി. ആ നാട്ടിലെ രാജാവ് അവരുടെ സൗന്ദര്യത്തെപ്പറ്റിയും ബുദ്ധിയെപ്പറ്റിയും കേട്ടിരുന്നു. ഒരു ദിവസം രാജാവ് മുത്തശ്ശനെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ മകൾ ബഹുമിടുക്കിയാണെന്ന് അറിഞ്ഞല്ലോ. എന്തായാലും അവളെ ഒന്ന് കാണണം. നാളെ ആയാലോ? രാജാവ് അപ്പൂപ്പനോട് ചോദിച്ചു. അങ്ങയുടെ ഇഷ്ടം പോലെ, അപ്പൂപ്പൻ പറഞ്ഞു. വീട്ടിൽ മടങ്ങിയെത്തിയ അപ്പൂപ്പൻ വിവരമെല്ലാം അമ്മൂമ്മയോട് പറഞ്ഞു. ചന്ദ്രരശ്മിയോടും പറഞ്ഞു. ചന്ദ്രരശ്മിയെക്കുറിച്ച് രാജാവ് വളരെ നല്ല കേട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ചന്ദ്രരശ്മിക്കും സന്തോഷമായി. മകളെ, നീ നമ്മുടെ രാജാവിനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം വളരെ നല്ല ആളാണ്, അപ്പൂപ്പൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഏതായാലും നാളെ വരുമ്പോൾ കാണാമല്ലോ. പിറ്റേ ദിവസം രാജാവിൻ്റെ കുതിരയും രാജാവിൻ്റെ പരിവാരങ്ങളും എല്ലാവരും കൂടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വീട്ടിലെത്തി. ചന്ദ്രരശ്മിയെ കണ്ട രാജാവ് ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു. കാരണം എന്താ? ചന്ദ്രരശ്മി അത്ര സുന്ദരിയായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ സ്നേഹം തോന്നിയ രാജാവ് അപ്പൂപ്പനോട് ചോദിച്ചു, നോക്കൂ, നിങ്ങളുടെ ഓമന മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ? അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പൂപ്പനും അമ്മൂമ്മയും എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് ചന്ദ്രരശ്മി പറഞ്ഞു, പ്രഭോ, അതിന് എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അമ്പിളി അമ്മയുടെ മകളല്ലേ. അമ്മ എന്നെ ഒരുപക്ഷെ കൊണ്ടുപോകും, ചിലപ്പോൾ ഇന്ന് തന്നെ. എന്ത്? ഇവിടെ നീ പോകുമോ? വേണ്ട, വിവാഹം നടന്നില്ലെങ്കിലും സാരമില്ല, നീ ദയവായി പോകരുത്, രാജാവ് ചന്ദ്രരശ്മിയോട് പറഞ്ഞു. അപ്പൂപ്പനും അമ്മൂമ്മയും എന്താണ് പറയേണ്ടതെന്നറിയാതെ മിഴിച്ചു നിന്ന് പോയി. അവർക്ക് ചന്ദ്രരശ്മി പോകും എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അന്ന് രാത്രി പൂർണ്ണചന്ദ്രൻ ഉദിച്ചുണർന്നു. ഒരു ഫുൾ മൂൺ ഡേ ആയിരുന്നു. നല്ല പ്രകാശം, അന്നൊരു പ്രത്യേക പ്രകാശം വന്നിരുന്നു. അപ്പൂപ്പൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് ഒരു പ്രത്യേക പ്രകാശം മോണിൽ നിന്ന്, ചന്ദ്രനിൽ നിന്ന് വന്നിരുന്നു. എന്തായിരുന്നു അത്?
അത് ചന്ദ്രരശ്മിയുടെ അമ്മയായിരുന്നു, അമ്പിളി. അമ്മയെ കണ്ടപ്പോൾ ചന്ദ്രരശ്മിക്കുണ്ടായ സന്തോഷം പറയാൻ വയ്യ. എന്നാൽ അപ്പൂപ്പനെയും അമ്മൂമ്മയും വിട്ടുപോകാനും അവൾക്ക് വളരെ ദുഃഖമായിരുന്നു. ചന്ദ്രരശ്മി എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം തൻ്റെ അമ്പിളി അമ്മയുടെ അടുത്തേക്ക് നടന്നുപോയി. ഇത്രയും ദിവസം നമ്മുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയുടെയും കൂടെ ജീവിച്ചതല്ലേ, അതുകൊണ്ട് ചന്ദ്രരശ്മിക്ക് അപ്പൂപ്പനെയും അമ്മൂമ്മയും വിട്ടുപോകാനും വിഷമം. അമ്മയുടെ അടുത്തും പോകണം, അപ്പൂപ്പനും അമ്മൂമ്മയും വിട്ടുപോകാനും വിഷമം. ചന്ദ്രരശ്മി കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ആ കണ്ണീർ മുത്തുകൾ താഴെ വീണാണ് ഇന്ന് മിന്നാമിനികളായി മാറി എന്നാണ് നമ്മുടെ വിശ്വാസം. ഭൂമിയിൽ അങ്ങനെയാണത്രേ മിന്നാമിനികൾ ഉണ്ടായത്. ഇത് ഒരു മുത്തശ്ശി കഥയാണ്. മുത്തശ്ശികൾ പണ്ട് മുതലേ പറയുന്നൊരു കഥ. മുത്തശ്ശി പറഞ്ഞ കഥ കേട്ട് നമ്മുടെ അപ്പുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയി. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു മുത്തശ്ശി കഥയായിരുന്നു. ഇനിയും മുത്തശ്ശി കഥകൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. കാതിക വീണ്ടും വളരെയധികം മുത്തശ്ശി കഥകൾ പറയുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ആപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അറിയിക്കാം. അടുത്ത കഥ കേൾക്കും വരെ നന്ദി, നമസ്കാരം, ബായ്.